സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത്. 286 പറയുന്നത്. കുരുടൻ്റെ കൈക്ക് പിടിച്ച് 40 ചുവടടി നടത്തുന്നു എന്നാൽ അവന് സ്വർഗം ഉടനടി നൽകുന്നതെന്നും സയ്യിദുൽ അദ്നാനി പറയുന്നതായി കാണാം റവാ തബ്റാനി. ഇൽമു ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ മാസം. പരിശുദ്ധമായ മദീനയിൽ മസ്ജിദുസ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. റൗള ഷരീഫിൻ്റെ പുറത്തായി സ്ഥിതി ചെയ്യുന്ന ആ പള്ളി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി നമ്മൾ പള്ളിയിൽ ചെന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഖുതുബയിൽ ഇമാമ് ഓർമ്മിപ്പിക്കാറുള്ള ആയത്താണിത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ്, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ ന്യൂനതകളുള്ള കുറവുകളുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ചെല്ലണ സ്വലാത്തിനും അതിൻ്റേതായ കുറവുണ്ടാവും. എന്നാൽ അള്ളാഹു തിരിച്ചു തരുന്ന 10 സ്വലാത്തിന് ഒരു കുറവുമില്ലാത്ത നല്ലതൈക്കാരം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഒറിജിനൽ കിട്ടുന്ന ഇടപാടാണ് സ്വലാത്ത് അല്ല എന്ന് പറയുന്നത്. ജനങ്ങൾ കാണാൻ വേണ്ടി ചൊല്ലിയാൽ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത്. 4 ആൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് ദിക്റില്ല, കൂലി കിട്ടൂല. 4 ആൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് ഖുർആൻ ഓതിയാൽ നിസ്കരിക്കാൽ കൂലി കിട്ടൂല. ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചൊല്ലിയാൽ വരെ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരിക്കലൊരു സ്ത്രീ വരികയുണ്ടായി. ആ സ്ത്രീയുടെ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു. ഹസനുൽ ബസരിയോട് വന്ന ആ സ്ത്രീ പറഞ്ഞു, മഹാനവറുകളെ, എനിക്കെൻ്റെ മോളെ ഒന്ന് ഉറക്കത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, അതിനാണ് ഞാൻ വന്നത്. ഓള് മരിച്ചതിന് ശേഷം എനിക്ക് വലിയ വിഷമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, മനപ്രയാസമാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ മകളെ ഒന്ന് ഉറക്കത്തിൽ കാണാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി. അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് ലഭിക്കേണ്ടതും അതു തേടി വന്നവളാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി എന്നവരെ, എനിക്കൊരു ഏകമകളുണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. അവളെ ഉറക്കത്തിലൊന്ന് കാണാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉമ്മ മകളെ സ്വപ്നത്തിൽ കണ്ടു. പക്ഷേ മകൾ ചങ്ങലയിൽ ബന്ധിച്ച രൂപത്തിലാണ് കണ്ടത്. ശിക്ഷ അനുഭവപ്പെടുന്നതായി കണ്ടു. ആ മകൾ ഹസനുൽ ബസരി, ആ ഉമ്മ ഹസനുൽ ബസരിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എൻ്റെ മകളെ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു.
നിങ്ങളതിന് എനിക്ക് വഴി പറഞ്ഞു തരികയും ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ മകളെ കണ്ടത് വലിയ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ്. ഇത് കേട്ടപ്പോൾ സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും സങ്കടമായി. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പറഞ്ഞു കൊടുത്തോണ്ടാണല്ലോ അങ്ങനെ കണ്ടത്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പിന്നൊരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയത്ത് ആ പെണ്ണിനെ സ്വപ്നത്തിൽ കാണാണ്. ആ പെണ്ണ് വലിയ ഒരു കിരീടം ധരിച്ചുകൊണ്ട്, രാജാവിൻ്റെ രാജ്ഞിയുടെ കിരീടം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ താമസിക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ ഹസനുൽ ബസരി ആ പെണ്ണിനോട് ചോദിച്ചു, എൻ്റെ അമ്മ അനക്ക് വലിയ ഇടങ്ങാറാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്, ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി, കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി, അതിൽപ്പെട്ട് ഞാനും വന്നു കിട്ടിന ജാത്ത്, സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലി സ്വലാത്ത്. എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലി അവിടെ കിടക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും ഹദിയ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും കിട്ടിയതിനാൽ അള്ളാഹു എൻ്റെ ശിക്ഷയെ ഒഴിവാക്കുകയും രാജാക്കന്മാരുടെ സ്ഥാനം നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ പെണ്ണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി താബിയുകളിൽ പ്രധാനിയായ സയ്യിദു താബിഈനായ മഹാനവറുകളോട് പറയുകയാണ്. ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മഹത്തുള്ളതാണ്. സ്വലാത്തുകളുടെ മാസമാണ് ശഅബാൻ മാസം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, റജബുൻ ഷഹ്റുല്ലാഹി ശഅബാനു ഷഹ്രീ. നളറുള്ള ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഹദീസാണ്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. ശഅബാനു ഷഹ്രീ, ശഅബാൻ എൻ്റെ മാസമാകുന്നു. റജബ് മാസായ നമ്മളിങ്ങനെ ദ്വാരക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. മറ്റു മാസങ്ങളിലില്ലാത്ത എന്ത് ബറക്കത്താണ് റജബിലുള്ളത്, എന്ത് ബറക്കത്താണ് ശഅബാനിലുള്ളത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. റജബ് മാസത്തിലെ ബറക്കത്ത് റജബിൽ അള്ളാഹുവിനെ മനസ്സിലാവലാണ്. ശഅബാൻ മാസത്തിലെ ബറക്കത്ത് ശഅബാനിൽ മുത്തുനബിയെ മനസ്സിലാവലാണ്. റജബ് മാസമാകുമ്പോൾ അള്ളാഹിനെ പറ്റി ശരിക്ക് ചിന്തിക്കണം, കുറിച്ച് ആലോചിക്കണം. അള്ളാഹു നമ്മുടെ ഖൽബിൽ വരണം. റജബിലെ ഒന്നാമത്തെ ഖുതുബയിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൻ നബാത്തിൽ മിസ്രി രേഖപ്പെടുത്തിയത് കാണാം. റജബുൻ അവ്വലു ശുഹൂരിൽ ബറക, റജബ് മാസം ബറക്കത്തിൻ്റെ ഒന്നാമത്തെ മാസമാണ്. റജബ് ബറക്കത്തിൻ്റെ മാസമാണ്. റജബിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കലാണ് റജബിൻ്റെ ബറക്കത്ത്. ശഅബാൻ്റെ ബറക്കത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കലാണ്. അപ്പോൾ റജബിൽ അള്ളാഹുവിനെ കിട്ടി, ശഅബാനിൽ നബി തങ്ങളെ കിട്ടി, റമദാന് ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ശവ്വാൽ നിക്കാഹിൻ്റെ മാസമാണ് എന്ന് വേറൊരു ഹദീസിലുണ്ട്. അള്ളാഹിനെ മനസ്സിലായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലായി. റമദാനിൽ ഉമ്മത്തിന് മനസ്സിലായാൽ ശവ്വാലിൽ പെണ്ണിട്ടാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. കല്യാണം കഴിക്കാൻ യോഗ്യത ഉള്ളത് 3 കാര്യം മനസ്സിലാക്കിയ ആൾക്കാർക്കാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കണം,
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കണം. എന്താ അള്ളാഹിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ ഇപ്പം നമ്മളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ തോന്നും. ഇല്ല, അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. അള്ളാഹുവിനെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, അള്ളാഹുവിനെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന സൂറത്തുണ്ട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരാൾ കള്ള് കുടിച്ചു, വ്യഭിചരിച്ചു, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു, വീട്ടുകാർ അവനെ ഒഴിവാക്കി, മാതാപിതാക്കൾ ഒഴിവാക്കി, സഹോദരങ്ങൾ ഒഴിവാക്കി, നാട്ടുകാർ ഒഴിവാക്കി, ആർക്കും വേണ്ടാത്ത നടക്കുന്ന മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളിയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറയണം, യാ ഇബാദി എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത് നടക്കുന്ന മനുഷ്യ, ആര് നിന്നെ ഒഴിവാക്കിയാലും ഞാൻ നിന്നെ ഒഴിവാക്കൂല. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുത്. പടച്ചോനെ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയെന്ന് അള്ളാഹിനോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ അല്ലാഹു തആല നബി തങ്ങളെ വിളിച്ചപ്പോൾ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാത്രി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അവിടെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മുഹമ്മദ് എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല, നബി എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല, റസൂൽ എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല, അബ്ദ് എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അബ്ദിയ്യത്താണ് യഥാർത്ഥത്തിൽ മിഅ്റാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയതിൻ്റെ കാരണം. ഒരു മനുഷ്യൻ്റെ ബോധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബോധം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന ബോധമാണ്. ഒരു മനുഷ്യൻ്റെ ബോധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബോധം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധമാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പരാമർശിച്ച സ്ഥലത്ത് വലഖദ് കറംനാ ബനി ആദമ, തീർച്ചയായും ആദം സന്തതിയെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യനെ എന്ന് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങളെ എന്ന് പറയാതെ ആദം സന്തതിയെ എന്ന് പറഞ്ഞത് എന്ന് ചർച്ച ചെയ്തപ്പോൾ മഹത്തുക്കളായ മുഫസ്സിറുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദം സന്തതി എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ എന്നതാണ് ബഹുമാനത്തിൻ്റെ കാരണം. എല്ലാവരും ആദം നബിൻ്റെ മകൻ തന്നെയല്ലേ, പിന്നെന്താ ബഹുമാനമുള്ള ആൾക്കാർ മാത്രം ആദം നബിൻ്റെ മകൻ എന്ന് പറയാണ്ടായ കാരണം? എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണെങ്കിലും എല്ലാവർക്കും ആദം നബി അലൈഹിസ്സലാമിൻ്റെ സ്വഭാവ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ്. സയ്യിദുനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സ്വഭാവ ഗുണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് ഒരു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിനോട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനുണ്ടായ ഖേദം ദുനിയാവും കഴിഞ്ഞ് ആഖിറം വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ തന്നെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതിന് ന്യായം കണ്ടെത്തുകയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ദുനിയാവും കഴിഞ്ഞ് ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന ഖേദം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനുണ്ടായി എന്നും ആ ഖേദം ഏതെങ്കിലും മനുഷ്യൻ്റെ ഖൽബിലുണ്ടെങ്കിൽ
അവനെക്കുറിച്ചാണ് ആദം നബിയുടെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാണ്ട്, ഒരുപാട് ചിന്തിക്കാണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാൽ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള അജബുകൾ തീരുകയില്ല. 20 ദശലക്ഷം ജീവികൾ ദുനിയാവിലുണ്ട്, 20 ദശലക്ഷം ഇനം ജന്തുക്കൾ ദുനിയാവിലുണ്ട് എന്നാണ് സയ്യിദുനാ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ജീവിയെപ്പോലെ മറ്റൊരു ജീവിയില്ല. ഒരേ ഇനത്തിൽപ്പെട്ട 2 ജീവികൾ ഒരേപോലെയല്ല. സാലിം ഫൈദിയുടെ പോലെ സാലിം ഫൈദി മാത്രമേ ഉള്ളൂ, ജബ്ബാറിനെ പോലെ ജബ്ബാർ മാഷ് മാത്രമേ ഉള്ളൂ, ആരെപ്പോലെയും അവരവർ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. എൻ്റെ കൈ പോലെ എൻ്റെ കൈ മാത്രമേ ഉള്ളൂ, വേറൊരാൾക്ക് കൈയില്ല. എൻ്റെ എല്ലാ വിരലുകളും ഒരുപോലെയല്ല, ഒന്നുപോലെ മറ്റൊന്നില്ല. ഒരു ഉറുമ്പിൻ്റെ വരി വരുമ്പോൾ അതിൽ 10,000 ഉറുമ്പുകളുണ്ടെങ്കിൽ ഓരോ ഉറുമ്പും വേറെ വേറെയാണ്. ഓരോ ഉറുമ്പിനെയും അള്ളാഹു വേറെ വേറെ നോക്കുന്നവനാകുന്നു, വേറെ വേറെ ഭക്ഷണം കൊടുക്കുന്നവനാകുന്നു. ഇങ്ങനെ 20 ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നേരത്തെ കുടിച്ച പായസം എൻ്റെ ആമാശയത്തിൽ ദഹിച്ചു കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്തും ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്നു, ഹൃദയം അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സദസ്സിലേക്ക് വന്ന ആരും അതേ മനുഷ്യനായി മടങ്ങിപ്പോകുന്നില്ലെന്നാണ്. അപ്പോഴേക്ക് ശരീരത്തിൽ ഒരുപാട് കോടിക്കണക്കിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറയും ഒരാളെ കണ്ടാൽ എൻ്റെ മുടിയൊക്കെ പറ്റ നരച്ചല്ലോ എന്ന്. ഒരു ദിവസം കൊണ്ട് നരച്ചതല്ല, ഓരോ സെക്കൻഡിലും നിര നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് 1 സെക്കൻഡല്ല ഏറ്റവും ചെറിയ സമയം. 1 സെക്കൻഡിനെ 100 കൊണ്ട് 1 സെക്കൻഡിനെ 100 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ്. 1 സെക്കൻഡിനെ 100 കോടി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ്. അതിനെ വീണ്ടും 10,000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ്. അത്രയും സമയം നമ്മുടെ കാര്യം അള്ളാഹു നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ്. പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന മറുപടി ഞാൻ അങ്ങോട്ട് വരാം, 5 മിനിറ്റ് കഴിയട്ടെ എന്നല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടല്ലാതെ എനിക്കങ്ങോട്ട് വരാൻ കഴിയില്ല എന്നാണ്. ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നേരത്തെ തന്നുവെച്ചതല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് സമയത്തും സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാനുള്ള കഴിവിനെ അല്ലാഹു നേരത്തെ തരുന്നില്ല, പുറത്തേക്ക് വിടുമ്പോൾ അവൻ തന്നുകൊണ്ടിരിക്കുകയാണ്. റജബ് മാസം അള്ളാഹനെ മനസ്സിലാക്കാനുള്ള മാസം. ലൗ അന്നഹും തതവക്കലൂന അലല്ലാഹി തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് തൈർ തഗ്ദൂ ഖിമാസം വതറൂഹു ബിതാന. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചാൽ റസഖകും, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാണ്. കമാ യർസുഖുത് തൈർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ. വലിയൊരു ഉദാഹരണമാണത്. ഒരു കാക്ക പോലും വയറ് നിറയാതെ ഉറങ്ങുന്നില്ല, ഒരു തത്ത പോലും വയറ് നിറയാതെ കിടന്നുറങ്ങാറില്ല.